നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ബ്ലാക്ക് ഹോളിനെ പറ്റി. ഇന്നും ഞാൻ ഒരു ബ്ലാക്ക് ഹോളിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കുന്ന ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ ബ്ലാക്ക് ഹോളാണ്. അപ്പോൾ ഗ്രഹങ്ങളുടെ ബ്ലാക്ക് ഹോളുണ്ട്, നക്ഷത്രത്തിൻ്റെ ബ്ലാക്ക് ഹോളുണ്ട്. കാരണം അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നും പറയുന്നുണ്ട്, ഗ്രഹമാണ് എന്നും പറയുന്നുണ്ട്. ശാസ്ത്രം ഇങ്ങനെ മാറി 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 വരും, ഇന്ന് പറഞ്ഞതല്ല നാളെ. അപ്പോൾ ഇത് നക്ഷത്രത്തിൻ്റേതാണ് എന്നുള്ളതാണ്. നക്ഷത്രം ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ചു, അതിൻ്റെ ഉള്ളിലുള്ള കൽക്കങ്ങളെല്ലാം പോയി അവിടെ വെറും ഒരു ഹോള് മാത്രം പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ആ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഹോള് നമുക്കാർക്കും കണ്ണുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ടോ മറ്റു ഒന്നുകൊണ്ടും കാണാൻ സാധിക്കാത്തത്ര വെറും ഇരുട്ട് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ നക്ഷത്രത്തിൻ്റെ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ വളരെ അട്രാക്ഷൻ വസ്തുക്കളിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന ശക്തിയുള്ളതാണ്. അതിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നു. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം. ന്യൂട്ടൺ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആപ്പിൾ താഴേക്ക് വീഴുന്നു. അത് സൈഡിലേക്കോ മുകളിലേക്കോ മറ്റു വശങ്ങളിലേക്കോ പോകാതെ ഭൂമിയിലേക്ക് തന്നെ പതിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം കാലങ്ങളായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നു. അങ്ങനെയാണ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന തത്വം തന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. മറ്റുള്ള വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ പ്രതിഭാസം. അപ്പോൾ ഈ വസ്തു അവിടെ ഇല്ലാതായിട്ടും പിന്നെ എങ്ങനെ ഇത് സംഭവിക്കുന്നുവെന്ന് ഇപ്പോഴും പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഈ വിവരങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ, ഉപഗ്രഹങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഫോട്ടോ കിട്ടിയത്. അവിടെ ഒരു വലിയ ഒരു വലയത്തിൻ്റെ സാന്നിധ്യം കാണുന്നു. അതൊരു വലിയ വട്ട് പോലെയാണ് കാണുന്നത്. എങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ധൂമകേതുക്കൾ, അതുപോലെ തന്നെ ഈ തമോഗർത്തത്തിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഈ ധൂമകേതുക്കളെന്ന് ഞാൻ പറഞ്ഞത് നക്ഷത്രത്തിൻ്റെ പൊട്ടിയ ഭാഗങ്ങൾ ആകാശത്ത് കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഹാലിയുടെ വാൽനക്ഷത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഹാലിയുടെ വാൽനക്ഷത്രം 100 കൊല്ലം കഴിഞ്ഞാലാണ് നമുക്കൊന്ന് ദർശിക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയുടെ അടുത്ത് കൂടെ 100 കൊല്ലം കഴിഞ്ഞാലാണ് അത് വരിക. എന്തായാലും ശരി, ഈ വാൽനക്ഷത്രത്തിനെ പറ്റിയല്ല നമ്മൾ പറഞ്ഞത്. നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചതിന് ശേഷം അവിടെ ഒരു വലയം ഓട്ടോമാറ്റിക്കായിട്ടുണ്ടായിരിക്കുന്നു. അതിനടുത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എന്തിനേയും അത് വിഴുങ്ങുന്നു. അങ്ങനെ 10 ഭൂമിയോളം വലിപ്പമുള്ള, അല്ലെങ്കിൽ 10 ഭൂമിയെ മണിമണിയായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണെങ്കിൽ പോലും ഇഷ്ടം പോലെ വ്യാസമുള്ള ഒരു ഗ്യാപ്പായിട്ടാണ് അതിനെ ശാസ്ത്രജ്ഞന്മാർ കരുതിപ്പോരുന്നത്. അതിഭയങ്കരമായിട്ടുള്ള ഗർത്തം തന്നെയാണ് തമോഗർത്തം എന്ന് പറയുന്നത്. ഇത് ഗ്രഹത്താലും സംഭവിക്കുന്നു, നക്ഷത്രാലും സംഭവിക്കുന്നു. ഇത് എങ്ങനെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നു വെച്ചാൽ, ഇതിൻ്റെ തൊട്ട് അടുത്ത് കൂടെ ഇങ്ങനെ വട്ടത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉപഗ്രഹം, അതിലേക്ക് പോയി വീണുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ അത് തിന്നു തീർക്കുമ്പോൾ ഒരു വിശന്നിരിക്കുന്ന ഒരു വസ്തു വിഴുങ്ങുന്നത് പോലെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അത്രയും ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ചില പ്രകാശധൂളികൾ പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം, വെബ്ജോർ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന എല്ലാ ലൈറ്റിനിങ്ങിനെയും നമ്മൾ പറയുന്ന ഒറ്റ പേരാണെങ്കിൽ, അതിലെല്ലാം അടങ്ങിയിട്ടുള്ള എല്ലാ ലൈറ്റിനിങ്ങിനും ഒരു പേര്, അതായത് നിറങ്ങൾക്ക്, ആ പേരൊക്കെ പാടെ ചേർത്താണ് വെബ്ജോർ എന്ന് നമ്മൾ പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും മക്കളൊക്കെ. പക്ഷേ ഈ തമോഗർത്തങ്ങൾ ഇപ്പോൾ അടുത്തുള്ള പഠനങ്ങളാണ്. അതൊക്കെ നമ്മൾ നാസ, അമേരിക്ക, ചൈന ഒക്കെ ഓരോരോ ഉപഗ്രഹങ്ങൾ ആകാശത്തേക്ക് അയച്ചതിന് ശേഷമാണ് ഇത്തരം വിവരങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും ആ ഉപഗ്രഹങ്ങൾ അയച്ചിട്ടുണ്ട്. ആര്യഭടീയം
എഴുതിയ ആര്യഭട്ടൻ്റെ പേരിൽ ആര്യഭട ആര്യഭട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉപഗ്രഹം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആര്യഭടീയം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ആകാശങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ അടങ്ങിയ പഴയകാല പുസ്തകമാണ്. അത് എഴുതിയത് ആര്യഭടനാണ്. അത് നമ്മൾക്ക് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്നതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു കാന്തം നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചെന്നിരിക്കട്ടെ, അവിടെ ആ കാന്തത്തിൻ്റെ ശക്തി മുഴുവൻ അതിൻ്റെ ചുറ്റുഭാഗത്തേക്കും വ്യാപിച്ച് കാന്തത്തിൻ്റെ ശക്തി മുഴുവൻ കുറയുന്നു. പക്ഷേ കാന്തം അവിടെ നിന്ന് എടുത്തു മാറ്റിയാലും പിന്നീട് അവിടെ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം വീഴുകയാണെങ്കിൽ ചുറ്റുഭാഗത്തേക്കും വലിച്ച ആ വസ്തുക്കളിലേക്ക് ആ ഇരുമ്പ് ആകർഷിക്കപ്പെടുന്നു. അപ്പോൾ കാന്തം അവിടെ ഇല്ലെങ്കിലും അതിൻ്റെ ഒരു സാന്നിധ്യം അവിടെ അവകാശപ്പെടാം. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ആകാശത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുടെ തമോഗർത്തം. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവും എന്താണ് നക്ഷത്രങ്ങളുടെ തമോഗർത്തം എന്ന്. എന്നാണ് ഞാൻ പറഞ്ഞത്, ഗ്രഹങ്ങളുടെ തമോഗർത്തമായിരുന്നു. അങ്ങനെ തമോഗർത്തത്തെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പഠിക്കും. ഇനിയും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.